ലോകം ഒരു വലിയ കെണിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്ന ഒരു വലിയ അഗ്നിപർവ്വതത്തിന്റെ മുകളിലാണ് ലോകം ഇപ്പോൾ ഇരിക്കുന്നത് എന്ന് തന്നെ പറയാം. എന്താണ് സംഭവിക്കുന്നത് അറിയാമോ? അമേരിക്കയും നാറ്റോ രാജ്യങ്ങളും ചേർന്ന് വലിയൊരു തീക്കളി കളിക്കുകയാണ്. റഷ്യയുടെ മൂക്കിന് താഴെ അവരുടെ അതിർത്തി രാജ്യങ്ങളിലേക്ക് അമേരിക്കൻ ആണവായുധങ്ങൾ എത്തുകയാണ്. ഫിനാൻഷ്യൽ ടൈംസ് പുറത്തുവിടുന്ന പുതിയ റിപ്പോർട്ടുകൾ കേട്ടാൽ ആരുമൊന്ന് ഞെട്ടും. നിലവിൽ യൂറോപ്പിലെ 6 രാജ്യങ്ങളിൽ അമേരിക്കയുടെ ആണവ ബോംബറുകളുണ്ട്. പോരാഞ്ഞിട്ട് ഇപ്പോൾ റഷ്യയുടെ തൊട്ടടുത്തുള്ള പോളണ്ട്, എസ്റ്റോണിയ, ലാത്വിയ, ലിത്വാനിയ തുടങ്ങിയ കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ഈ മാരകായുധങ്ങൾ എത്തിക്കാൻ പോവുകയാണ്. എന്തിനാണ് അമേരിക്ക ഈ സാഹസം കാണിക്കുന്നത്? പാശ്ചാത്യ രാജ്യങ്ങളുടെ അഹങ്കാരവും ധാർഷ്ട്യവും, അല്ലാതെ മറ്റെന്താണത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. റഷ്യയുടെ പടിവാതിൽക്കൽ അമേരിക്കൻ ആണവ ബോംബറുകൾ ഇരമ്പിയാർക്കുമ്പോൾ അവിടെ ചെറിയൊരു പിഴവ് സംഭവിച്ചാൽ എന്താകും ഗതി? ഒരു ചെറിയ തീപ്പൊരി മതി ഈ ലോകം മുഴുവൻ ചാമ്പലാകാൻ. ഒരു രാജ്യത്തിനും ഇതിൽ നിന്ന് രക്ഷപ്പെടാനും കഴിയില്ല. 32 നാറ്റോ രാജ്യങ്ങളിൽ അമേരിക്കയ്ക്കും ബ്രിട്ടനും ഫ്രാൻസിനും മാത്രമാണ് ആണവായുധങ്ങളുള്ളത്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞതുപോലെ സ്വന്തം പ്രതിരോധത്തിന് കാശ് മുടക്കാതെ അമേരിക്കയുടെ ചെലവിൽ അഹങ്കരിക്കുകയാണ് യൂറോപ്പ്. ഇതുകൊണ്ട് നമുക്കെന്താ എന്ന് ചിന്തിക്കാൻ വരട്ടെ. ലോകത്തിന്റെ ഏത് കോണിൽ യുദ്ധം നടന്നാലും അതിന്റെ ഏറ്റവും വലിയ ദുരിതം അനുഭവിക്കുന്നത് നമ്മളെപ്പോലുള്ള സാധാരണക്കാരാണ്. പെട്രോൾ വില കുതിച്ചുയരും, സാധനങ്ങൾക്ക് തീവിലയാകും, വലിയ ക്ഷാമം വരും. ഈ പാശ്ചാത്യ ശക്തികൾക്ക് നമ്മുടെ ജീവനോ സാമ്പത്തിക ഭദ്രതയോ ഒരു പ്രശ്നമല്ല. അവർ അവരുടെ അഹങ്കാരം തീർക്കാൻ ലോകത്തെ മുഴുവൻ ബലിയാടാക്കുകയാണ്. പ്രത്യേകിച്ച് അമേരിക്കൻ ആയുധങ്ങൾ വിന്യസിച്ച് ലോകത്തെ മുഴുവൻ ഭയപ്പെടുത്താമെന്നാണ് നാറ്റോ കരുതുന്നത്. പാശ്ചാത്യ രാജ്യങ്ങൾ ഈ ലോകത്തെ അങ്ങേയറ്റം അപകടകരമായിട്ടുള്ള യുദ്ധത്തിലേക്ക് തള്ളിവിടുകയാണ്. ഇന്ത്യ സുരക്ഷിതമായിട്ടുള്ള കൈകളിലാണ് എന്നത് മാത്രമാണ് നമുക്കുള്ള ഏക ആശ്വാസം. എങ്കിലും ലോകത്തിന് ഈ ആണവ ഭീഷണിയിൽ നിന്ന് ഇനി ഒരു രക്ഷയില്ല. നമ്മൾ ഭയന്നത് തന്നെ ഒടുവിൽ സംഭവിക്കുകയാണോ എന്ന് ഭയക്കേണ്ടിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ക്യാമറ.